ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു ജി സി നെറ്റ് ഇൻ മാനേജ്മെന്റ്. യു ജി സി നെറ്റിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. യു ജി സി നെറ്റിന്റെ ഡിസംബർ സെക്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്ലിക്കേഷൻ 2 ദിവസം കൂടെ ഉള്ളൂ. ഈ ഒരു വീഡിയോ കവർ ചെയ്യുന്ന യു ജി സി നെറ്റിനുള്ള അപ്ലിക്കേഷനെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ യു ജി സി നെറ്റ് MBA സ്റ്റുഡൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രയോജനങ്ങളാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് കരിയറിൽ നോക്കുന്ന ഒരാൾക്ക് യു ജി സി നെറ്റ് കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോ സംസാരിക്കുന്നത്. ചിലർക്കെങ്കിലും യു ജി സി നെറ്റ് എന്താണെന്ന് അറിയാത്തവരും ഉണ്ടാവും. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. MBA പഠിക്കുന്ന മാനേജ്മെന്റ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കരിയർ ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇൻ ടു ദ വീഡിയോ. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, എല്ലാവരും ഇവർക്കും പരിചയമുള്ള വാക്കാണ്. UGC കോളേജസ് ഒക്കെ പൊതുവെ UGCയുടെ കീഴിൽ അല്ലെങ്കിൽ ACTയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ UGC കണ്ടക്ട് ചെയ്യുന്ന നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് UGC നെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൂഷ്വലി ടീച്ചിങ് കരിയറിലേക്ക് അല്ലെങ്കിൽ റിസർച്ച് മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് നെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. CMAT എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലത്തെ മറ്റൊരു ബോർഡ്. CMAT എക്സാം കണ്ടക്ട് ചെയ്യുന്ന സെയിം ബോർഡ് തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു എക്സാമാണ് NTA കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു എക്സാമാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ UGC നെറ്റ് എക്സാമിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ഈ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് UGCnet.nta.nic.in ടീച്ചിങ് കരിയറിലേക്ക് റിസർച്ച് കരിയറിലേക്കൊക്കെ ഉള്ള ഒരു എലിജിബിലിറ്റി എക്സാമാണ്. അപ്പോൾ പൊതുവെ ചില ആൾക്കാർക്ക് ടീച്ചിങ് റിസർച്ച് കരിയറിനെ പറ്റിയുള്ള MBAക്ക് ശേഷം അങ്ങനെ പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ MBAക്ക് ശേഷം ഇപ്പോൾ ഒരുപാടധികം ടീച്ചിങ് റിസർച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്. ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അഗൈൻ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ രജിസ്ട്രേഷൻ UGC നെറ്റ് ലൈവ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. യൂഷ്വലി ഇവിടെ ഒരു 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ എലിജിബിലിറ്റിയിൽ നോക്കുക. ഒന്ന് ഞങ്ങൾക്ക് JRF എന്നുള്ള ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, മറ്റൊരു ക്വാളിഫയിങ് പ്രോസസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD, മറ്റൊരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ടു PhD ഓൺലി. അങ്ങനെ 3 ആപ്ലിക്കേഷൻ 3 എലിജിബിലിറ്റി ലെവലിലേക്കാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് 2 ദിവസം കൂടെ ഉള്ളൂ. ഇതിൻ്റെ ഒരു 7th വരെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാം എഴുതാനായിട്ട് താല്പര്യപ്പെടുന്ന, ഡിസംബർ സെക്ഷനിൽ എഴുതാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് എക്സാം എഴുതുക. ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ ഒരു ബേസിക് ആയ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ 3 തരത്തിൽ കാറ്റഗറിയിലേക്കുള്ള റിസർച്ചിനും ടീച്ചിങ്ങിനുമായിട്ടുള്ള ഒരു എലിജിബിലിറ്റിയാണ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുക. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് എത്തും. സാധാരണ നമ്മൾ മറ്റ് എൻട്രൻസ് എക്സാംസ് കാണുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക, ബേസിക് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യുക, പേ ചെയ്യുക. അങ്ങനെയുള്ള 3 ഫേസുകളിൽ കൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കടന്നു പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാം സെന്റേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് കേരള എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് കേരളത്തിൽ തന്നെയുള്ള ഒരു 4 ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അഗെയിൻ 2 ദിവസം കൂടെ ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് അപ്ലൈ ചെയ്യുക ആണ് ഫസ്റ്റ് ഒരു കാര്യം നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. സെക്കൻഡ് കാര്യം ഇതിൽ പറയാൻ നമ്മൾ ശ്രമിക്കുന്നത് ഒരു കരിയർ ഓപ്ഷൻസ് ആണ്. നെറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ UGC നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ള കരിയർ ഓപ്ഷൻസ് ആണ്. UGC നെറ്റിന് യൂഷ്വലി 2 പേപ്പേഴ്സ് ആണ് സാധാരണ പറയാറ്. പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു ജനറൽ പേപ്പറാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പറാണ്. ഇപ്പോൾ മാനേജ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ പേപ്പർ 2 എന്ന് പറയുന്നത് MBA സബ്ജക്ട്സിൽ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും പേപ്പർ 2 ഉണ്ടാവും. ഇതാണ് പേപ്പർ 2. 2 പേപ്പേഴ്സ് ആയിട്ടാണ് സാധാരണ കണ്ടക്ട് ചെയ്യുക. പേപ്പർ 1-നകത്ത് കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും കുറച്ച് ലോജിക്കൽ റീസണിങ്ങും ടീച്ചിങ് എബിലിറ്റിയും ജനറൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പേപ്പർ 1-ലുണ്ട്. അപ്പോൾ പേപ്പർ 1ഉം പേപ്പർ 2 2 പേപ്പർ ഉണ്ടെന്ന് ഓർക്കുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിന് എലിജിബിലിറ്റി മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയ ചില കാര്യങ്ങൾ. എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 3 പോസിബിലിറ്റീസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഫസ്റ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ JRF കിട്ടുക എന്നുള്ളതാണ്. JRF എന്ന് പറയും, JRF എലിജിബിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റൈഫൻഡോടെ, മോശമല്ലാത്തൊരു സ്റ്റൈഫൻഡോടെ ഏകദേശം 30,000 മുകളിൽ, ഏകദേശം 40,000 ജൂനിയർ 2 ലെവലിൽ JRF എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പം JRF വാങ്ങി അല്ലെങ്കിൽ സ്റ്റൈഫൻഡോടെ നമുക്ക് റിസർച്ച് ചെയ്യാമെന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ.
അവിടെ ടീച്ചിങ്ങിനുള്ളതും അല്ലെങ്കിൽ റിസർച്ചിനുള്ളതും JRF-നുള്ളതും അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള PhD-ക്കുള്ള എല്ലാ എലിജിബിലിറ്റിയുടെ കൂടി നമ്മൾ JRF അപ്പോയിന്റ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന ഫസ്റ്റ് കാറ്റഗറി പറയുന്നു. സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറയുന്നത് JRF-ന് എലിജിബിലിറ്റി ഇല്ല, പക്ഷേ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ട്, PhD അഡ്മിഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, പക്ഷേ UGC-യുടെ ഫണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല, ഫണ്ട് ഉണ്ടാകത്തില്ല. യൂണിവേഴ്സിറ്റികൾ എന്തെങ്കിലും ഫണ്ട് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് സ്വീകരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിളുമാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ കാറ്റഗറി നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ ലെവലിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് PhD-ക്ക് അഡ്മിഷൻ മാത്രം എന്നുള്ളൊരു എലിജിബിലിറ്റിയാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള എലിജിബിലിറ്റി ആകുന്നില്ല, അല്ലെങ്കിൽ ടീച്ചിങ്ങിനുള്ള എലിജിബിലിറ്റി ആകുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് PhD ചെയ്യാം. ഈ 3 എലിജിബിലിറ്റിയാണ്. ഇത് തീർച്ചയായിട്ടും മാർക്കിന്റെ ബേസിലാണ് ഈ ഒരു വരുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുറച്ച് പേർക്കാണ് JRF അവാർഡ് ചെയ്യുക, പിന്നെയുള്ള കുറച്ച് പേർക്കായിരിക്കും ഈ സെക്കൻഡ് വരിക, പിന്നീടുള്ള കുറച്ച് ആൾക്കാർക്കായിരിക്കും ഈ ഒരു കാറ്റഗറി വരിക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. നൗ UGC നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ടീച്ചിങ് ഓപ്ഷനകത്ത് നമുക്ക് നിങ്ങൾ MBA പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും തന്നെ UGC നെറ്റ് ക്വാളിഫൈഡ് ആയ വ്യക്തികളായിരിക്കാം. അപ്പോൾ MBA കോളേജുകളിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രൈമറി ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടാവുന്നത്. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു നല്ലൊരു ഓപ്ഷനാണ്. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് വർക്ക് എക്സ്പീരിയൻസോടെ വന്ന് ടീച്ചിങ്ങിൽ ജോയിൻ ചെയ്യാം. അതല്ലാതെ നേരിട്ട് വേണമെങ്കിൽ ടീച്ചിങ് ജോയിൻ ചെയ്യാം. ടീച്ചിങ് പല കാരണം കൊണ്ട് ടീച്ചിങ് ഒരു നല്ലൊരു കരിയർ ഓപ്ഷനായിട്ട് ആളുകൾ കാണാറുണ്ട്, ടീച്ചിങ്ങിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക്. കാരണം അതൊരു പ്രൊഫഷന്റെ പ്രത്യേകത കൊണ്ടും അതുപോലെ തന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചുകൂടെയൊക്കെ ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് കരിയർ ഓപ്ഷനായിട്ടൊക്കെ പലരും കാണാറുണ്ട്. അപ്പം ടീച്ചിങ്ങിലേക്ക് എത്താം. MBA കോളേജുകൾ കേരളത്തിൽ തന്നെ നിരവധി MBA കോളേജുകളുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ തന്നെ. അപ്പോൾ അവിടെ ടീച്ച് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ ഇത് പ്രൈവറ്റ് സെക്ടറിലും ഉണ്ട്, ഇവൻ ഗവൺമെന്റ് സെക്ടറിലും ഉണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിലേക്ക് പറയുമ്പോൾ ഇവൻ UG കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജുകൾ, ഇപ്പം നിങ്ങളുടെയൊക്കെ അടുത്തെല്ലാം പല ഗവൺമെന്റ് കോളേജുകളൊക്കെ ഉണ്ടാവും. അത് UG PG കൂടെ ഉള്ള ഗവൺമെന്റ് കോളേജുകൾ. അപ്പോൾ UG PG ഗവൺമെന്റ് കോളേജുകളിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ഇപ്പം ഗവൺമെന്റ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് MBA കഴിഞ്ഞ ആളുകളെയും PSC വഴി ഹയർ ചെയ്യുന്നുണ്ട്. ഒരു തവണ മാത്രമേ ഈ ഒരു എക്സാം നടത്തിയിട്ടുള്ളൂ. കോളേജ് 8-ന്റെ എക്സാം PSC ത്രൂ വിളിക്കാറുണ്ട്. അപ്പം ഈ നെക്സ്റ്റ് ടൈം ഇനി വീണ്ടും മാനേജ്മെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ BBA BCom BBA കോളേജുകളിലേക്ക് ഡിപ്പാർട്ട്മെന്റ്സുകളിലേക്ക് മാനേജ്മെന്റ് ക്വാളിഫൈഡ് അല്ല MBA ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ വിളിക്കുമ്പോൾ അവിടെ നെറ്റ് എഴുതിയുള്ള ആൾക്കാർക്കായിരിക്കും ഈ എക്സാമിന് PSC എക്സാം എഴുതാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സെക്ടറിലും ഇപ്പോൾ ഒരു ഓപ്പണിംഗ് ഉണ്ട്. മുമ്പൊക്കെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് BCom MCom കഴിഞ്ഞ ആളുകൾ മാത്രമായിരുന്നു സാധാരണ എൻട്രൻസ് എഴുതിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കൊമേഴ്സിന്റെ എക്സാം മാത്രമായിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മാനേജ്മെന്റിന്റെ എക്സാംസും കൂടെ PSC ലെവലിൽ കണ്ടക്ട് ചെയ്ത് ഒരു എക്സാം ഓൾറെഡി ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2022 എൻ്റെ ഓർമ്മ 2022 2023 ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഗവൺമെന്റ് വീണ്ടും PSC ത്രൂ മാനേജ്മെന്റ് ടീച്ചിങ്ങിനായിട്ട് അല്ലെങ്കിൽ കൊമേഴ്സിലുള്ള വേക്കൻസി പോലെ മാനേജ്മെന്റിലെ വേക്കൻസിക്കായിട്ട് ഗവൺമെന്റ് കോളേജുകളിലേക്ക് വിളിക്കാം. കൂടാണ്ട് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ഇതിൻ്റെ ഒരു കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം പ്രൈവറ്റ് കോളേജുകളിലോ ഗവൺമെന്റ് കോളേജുകളിലോ യൂണിവേഴ്സിറ്റീസിലൊക്കെ ടീച്ചിങ്ങിനുള്ള ഓപ്ഷൻ ഈ നെറ്റ് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് തുറന്നു കിട്ടുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട റിസർച്ചിനുള്ള പോസിബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ JRF-ൽ നമുക്ക് സ്റ്റൈഫൻഡ് വാങ്ങി നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റൈഫൻഡ് വാങ്ങി നമുക്ക് റിസർച്ച് ചെയ്യാം. അതുകൂടാണ്ട് തന്നെ ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് JRF കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് PhD വിതൗട്ട് JRF കൂടാണ്ട് തന്നെ PhD ചെയ്യാം. അത് നിങ്ങൾക്കാണെങ്കിൽ ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ഫുൾ ടൈം PhDയും പാർട്ട് ടൈം PhD ഒക്കെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പാർട്ട് ടൈം PhD ചെയ്യുമ്പോൾ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്ന് മാത്രം. ടീച്ചിങ്ങിൽ ഇത്ര മിനിമം വർഷം കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ക്രൈറ്റീരിയ ഒക്കെ പ്രധാനപ്പെട്ടാണ്. അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്ത് തന്നെയായാലും PhD ചെയ്യാനായിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷനും കൂടെ UGC നെറ്റ് ക്വാളിഫൈഡ് ആകുന്നതിലൂടെ നമുക്ക് തുറന്നു കിട്ടുവാണ്.
ഇപ്പം JRF വിത്ത് സ്റ്റൈഫൻഡ് ചെയ്യാം. അഗെയിൻ സ്റ്റൈഫൻഡ് ഇല്ലാതെ തന്നെ PhD നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ പ്ലസ് PhD അല്ലെങ്കിൽ PhD ഓൺലി ത്രൂ ആ 2 ലെവലാണ് ക്വാളിഫൈഡ് ആകുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് PhD ചെയ്യാനുള്ള ഒരു അവസരം UGC നെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ സാധാരണ നമ്മൾ മാർക്കറ്റിംഗ്, HR, ഫിനാൻസ് എന്നുള്ള ഓപ്ഷൻസിൽ നിന്നൊക്കെ മാറി ഇൻഡസ്ട്രിയിലേക്ക്, കോർപ്പറേറ്റ് ലൈഫിലേക്ക് താല്പര്യമില്ല, ടീച്ചിങ് അങ്ങനെ റാങ്കിലേക്ക് താല്പര്യമുള്ള ആൾക്കാർക്കുള്ളൊരു നല്ലൊരു അവസരമാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുക. ഇങ്ങനത്തെ കരിയർ പെർസ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ തന്നെ തീർച്ചയായിട്ടും UGC നെറ്റിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.